രാധാകൃഷ്ണൻ കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ പാവങ്ങൾ ലേ മിറാബിലെ വിക്ടർ യൂഗോയുടെ വലിയ ക്ലാസിക്, അത് നാലപ്പാട്ട് നാരായണമേനോൻ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തതിൻ്റെ 100ാം വർഷമാണിത്. അപ്പോൾ നാലപ്പാട്ട് നാരായണമേനോൻ മാർക്സിസ്റ്റ് ആയതുകൊണ്ടല്ലല്ലോ പരിഭാഷ ചെയ്തത്. ഒരു ക്ലാസിക് മലയാളത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ ഇത് പാവങ്ങൾ വായിച്ച കേരളം എന്ന് പറഞ്ഞിട്ട് ഈ മാർക്സിസ്റ്റുകൾ സാഹിത്യ അക്കാദമിയിൽ കഴിഞ്ഞ ദിവസം എന്തോ സെമിനാറും ഒക്കെ നടത്തി. മാർക്സിസ്റ്റ് അക്കാദമി എന്ന് പറഞ്ഞാലും മതി അത്. അതെ. അപ്പൊ KN കുഞ്ഞഹമ്മദ് അവരുടെ സൈദ്ധാന്തികൻ, സാഹിത്യ സൈദ്ധാന്തികൻ, ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഊന്നുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടായ വർഷമായ 1848-ലാണ്. 1848 അദ്ദേഹം ഊന്നുന്നത് ഈ പാവങ്ങൾ വിക്ടർ യൂഗോയുടെ പുറത്തു വരുന്നത് 1862-ലാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് ശേഷമാണല്ലോ പാവങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ഞങ്ങളുടെ സിദ്ധാന്തം വന്ന ശേഷം എഴുതപ്പെട്ടതാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. ലോകത്തിൽ നല്ലതൊക്കെ പിടിച്ചടക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പാവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അത് 1815 മുതൽ 1832 വരെയുള്ള കാലമാണ് അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് കുറേ മുമ്പുള്ള കാലഘട്ടമാണ് പാവങ്ങളിൽ വരുന്നത്. അപ്പോൾ ഫ്രാൻസിൽ 1830-ലും 1832-ലും വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. രാജഭരണത്തിനെതിരായ അട്ടിമറികൾ. അല്ല, ഇദ്ദേഹത്തിന്റെ തന്നെ 1893 അതെ 1893 എന്ന ടൈറ്റിലൊരു നോവലില്ലേ? അതുണ്ട്. അല്ല, ആ നോവലിലും ഇദ്ദേഹം ഈ അക്കാലത്തുള്ള ഈ മാനിഫെസ്റ്റോ എഴുതുന്നതിന് മുൻപുള്ള ഫ്രാൻസിൽ നടന്നേക്കണ രാഷ്ട്രീയ സമരങ്ങളാണ് എഴുതിയേക്കണത്. അതാണ് ഞാനും പറഞ്ഞു വരുന്നേ. 1832 വിപ്ലവം നടക്കുമ്പോ തെരുവിൽ കൂടി നടക്കുന്ന ആളാണ് വിക്ടർ യൂഗോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുമ്പോ ഇദ്ദേഹത്തിന് 40 വയസ്സുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ വായിച്ചിട്ടുണ്ട്, വിക്ടർ യൂഗോയുടെ ജീവിതം 19ാം നൂറ്റാണ്ടിനെ ആലിംഗനം ചെയ്തിരുന്ന ജീവിതമാണ്. കാരണം 1802 ജനിക്കുന്നുണ്ട്, 1885 മരിച്ചും പോവുകയാണ്. അപ്പൊ ഏതാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അവസാനം ഏതാണ്ട് മിക്കവാറും ആ നൂറ്റാണ്ട് നിറഞ്ഞു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇത് 1832 അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത കലാപമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത് 1832. അപ്പോൾ 1832 കലാപകാലത്ത് തെരുവുകളിൽ അദ്ദേഹം നടക്കുന്നുണ്ട്. 1848 ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1830 കലാപത്തിന് ജൂലൈ കലാപം എന്ന് പറയും. 1832 കലാപത്തിന് ജൂൺ കലാപം എന്നും പറയും. അപ്പൊ 1830 കലാപത്തില് ചാൾസ് 10 രാജാവിനെ അട്ടിമറിക്കുകയാണ് ജനം. അത് എന്നിട്ട് ആ രാജാവിന്റെ കസിനായ ലൂയി ഫിലിപ്പയെ അവരോധിക്കുന്നു. എന്നിട്ട് ഒരു ജനാധിപത്യ രാജാവ് എന്നൊക്കെ പറയാം, ലിബറലിസം ഒക്കെ വരുന്നുണ്ട്, പത്രസ്വാതന്ത്ര്യം ഒക്കെ വരുന്നുണ്ട്. 1814 ചാർട്ടറിന് വിരുദ്ധമായിട്ട് പത്രസ്വാതന്ത്ര്യം ഹനിച്ചതിനെതിരെയൊക്കെയാണ് ഈ ചാൾസ് 10 വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ നിലനിന്നുകൊണ്ട് അയാളെ കളയുകയാണ്. 3 ദിവസമായിരുന്നു ആ വിപ്ലവം. മറ്റേതും 2-3 ദിവസം 1832 വിപ്ലവമുള്ളൂ. 1830 അവരോധിച്ച ലൂയി ഫിലിപ്പയെ അട്ടിമറിക്കാനാണ് 1832 ഈ ജൂൺ കലാപം, പാരീസ് അപ്രൈസിംഗ് എന്ന് പറയുന്നത്, റിപ്പബ്ലിക്കൻ കലാപം. ജനറൽ ജീൻ മാക്സിമിലിയൻ കോളറ വന്നിട്ട് മരിക്കുന്നുണ്ട് അദ്ദേഹം. കാരണം ജനങ്ങളുടെ കൂടെ നിന്നൊരു ജനറൽ. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി കാശ്മീർ പെറിയാർ കോളറയിൽ മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ കോളറയിൽ മരിച്ചതും കൂടി ആ കലാപത്തിന് കാരണമാണ്. അപ്പൊ 1815-1832 കാലം റാങ്കിന്റെ ജീവിതം. റൊട്ടി മോഷ്ടിച്ച് 10-16 കൊല്ലം ജയിലിൽ കിടക്കുന്നു, തിരിച്ചു വരുന്നു, മെത്രാന്റെ വെള്ളിപ്പാത്രങ്ങളും ഒക്കെ മോഷ്ടിക്കുന്നു. നീ എന്തുകൊണ്ട്
മറ്റ് അത് കൊടുത്തതല്ല, ഞാൻ എൻ്റെ സുഹൃത്തിന് സമ്മാനിച്ചതാണെന്ന് മെത്രാൻ പറയുന്നു, രക്ഷപ്പെടുത്തുന്നു. ഇനി എന്തിനാണ് നീ വളഞ്ഞ വഴിക്ക് വരുന്നത്, നേരെ തന്നെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നത് KN കുഞ്ഞമ്മദ് മാർക്സിസ്റ്റുകളോ അവരുടേതാക്കാൻ ഉള്ള ശ്രമം പോലെ അല്ല പാവങ്ങളുടെ കഥ. അവിടെ 1848 മാർക്സും എംഗൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതിന് 18 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള വിപ്ലവം ആണ് ഇതിലെ കഥാബീജം. വിപ്ലവം പോലും മാർക്സ് വിഭാവനം ചെയ്യുന്നതിന് മുൻപ് നടന്നിരിക്കുന്നു എന്നാണ് ഇന്ന് കാണുന്നൊരു കാര്യം. എന്ത് മാത്രവുമല്ല, ഫ്രാൻസിൻ്റെ ഈ 1893 ഓർക്കണ്ടല്ലോ ആ നോവല്, 1893 നടന്ന അക്കാലത്ത് നടന്ന ജനകീയ കലാപങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ജനകീയ കലാപങ്ങളെക്കുറിച്ചും അധികാരത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും ഒക്കെ ഉള്ള വിക്ടർ ഹ്യൂഗോവിൻ്റെ അഗാധമായ പരിജ്ഞാനം, ഇത് മാർക്സ് ഉണ്ടാക്കി കൊടുത്തതാണ് എന്നുള്ളത് വേണമെങ്കിൽ കേരളത്തിലിരുന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഫ്രാൻസിൽ പോയി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അടിച്ചു ഓടിച്ചെന്നിരിക്കും. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? അടിസ്ഥാന തത്വം ഹ്യൂഗോ അവതരിപ്പിക്കുന്ന ഏറ്റവും ആദർശസമ്പന്നനായ കഥാപാത്രം ആരാണ്? ആ ബിഷപ്പാണ്. ആ സംഭവത്തെ ആസ്പദമാക്കി ഒട്ടനവധി കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ബിഷപ്പ് ആൻഡ് കാൻഡിൽ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്താണ് മുഖ്യ പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന ചോദ്യത്തിന്, ബൈബിളിലെ ചോദ്യത്തിന് 770 വട്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ആ 770 വട്ടം ക്ഷമിക്കാൻ തയ്യാറായി, പൊറുക്കാൻ തയ്യാറായി, സഹിക്കാൻ തയ്യാറായി ജീവിച്ച ഒരു യേശുദേവൻ്റെ പ്രതിപുരുഷനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ സഹോദരനാണ്, ഞാൻ അദ്ദേഹത്തിന് ഇത് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. എൻ്റെ സഖാവാണെന്നല്ല പറഞ്ഞത്, എൻ്റെ സഹോദരനാണെന്നാണ്. ആ സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്നുള്ളതാണ്. സമാനമായ ഒരു സംഭവം ഈ 1893 ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഈ രാജകിങ്കരന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടെക്ലാസ് എന്നാ പറ്റോട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ക്യാരക്ടർ. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ കാരണം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഇയാൾക്ക് അഭയം കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റവർ വന്ന സമയത്ത് ചോദിച്ച്, നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാതിരുന്നതെന്ന് ഇയാൾ ചോദിച്ച്, പട്ടാളക്കാർ വന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് വേണ്ടി ഇയാൾ പറഞ്ഞു വിട്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ചോദിച്ചാൽ എന്നെ എന്താ വിട്ടുകൊടുക്കാതിരുന്ന, വലിയ കാശ് കിട്ടിയാനെ. ഒറ്റ വാചകത്തിലാണ് ഹ്യൂഗോ അതിന് മറുപടി പറയുന്നത്, ഞാനൊരു മനുഷ്യനാണ് എന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒറ്റുകൊടുക്കാതെ സഹോദരനെ സംരക്ഷിക്കുന്ന ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ എന്ന ബൈബിളിലെ സുപ്രസിദ്ധമായ ചോദ്യം, ആ ചോദ്യത്തിന് യെസ് യു ആർ ദ കീപ്പർ ഓഫ് യുവർ ബ്രദർ എന്ന് പറയുന്നത് യേശുദേവനാണ്. ആ യേശുദേവൻ്റെ ആധ്യാത്മിക ലോകത്തെ എടുത്ത് ആവിഷ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിന്ദിതരും പീഡിതരും ദരിദ്രരുമായിട്ടുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നല്ല ഹ്യൂഗോ പറയുന്നത്. വ്യത്യാസം അവിടെയാണ്. മാർക്സ് പറയുന്നത് ഈ ഭൂമിയും അതിൻ്റെ സകല സമ്പത്തും അതിൻ്റെ എല്ലാ ആർഭാടങ്ങളും ഈ ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ്. ബാക്കിയുള്ളവനെയൊക്കെ ഹാഫ് നോട്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യിച്ചെടുത്തിട്ട് അവനെ സംരക്ഷിക്കണം എന്നാണ്. ഈ ക്രിസ്തുമതത്തിലെ കൺവേർഷൻ അങ്ങനെ തന്നെ മാർക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം അവനെ ഈ ഹാബ്സ് ഉള്ളവനെ മുഴുവനും കൺവേർട്ട് ചെയ്ത്, മാർക്സിന്റെ മൗലികമല്ലാതെ എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിന്റെ സ്ഥാനത്ത് തൊഴിലാളിയെ എടുത്തു വെച്ചു, യേശുവിനെ കട്ട് ചെയ്തു. യേശു ഹെഗലിലുണ്ട്, അപ്പോ പവർ ബാക്കിലില്ല. ഫയർ ബാഗിലില്ല, ഹെഗലിലുണ്ട്. ഹെഗലിലില്ല, ഫയർ ബാഗിലുണ്ട്. രണ്ടിലും എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ മാർക്സിലുണ്ട് എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് പകരമുള്ളൊരു ലോകം സൃഷ്ടിക്കുകയാണ്. അത് ഈ മാർക്സ് വിഭാവനം ചെയ്ത ലോകമേ അല്ല, യേശുദേവൻ വിഭാവനം ചെയ്ത ഒരു ലോകമാണ്. ആ ലോകത്തിൽ ഒരു സഹോദരൻ്റെ കാവൽക്കാരനായി ഒരാൾ ജീവിക്കുകയാണ്. ആ സഹോദരൻ പതിതനാണ്. ബ്രെഡ് മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ട് ജയിലിൽ കിടന്ന് പീഡാനുഭവങ്ങളെ അനുഭവിച്ചു വന്നതിന് ശേഷം
മനുഷ്യത്വം കണ്ട് അമ്പരന്ന് പോയിട്ട് ആ മനുഷ്യത്വത്തിൻ്റെ പകിട്ടിൽ മനംമാറ്റം സംഭവിക്കുന്നത് എങ്ങനെ എന്നാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിൽ മനംമാറ്റം സംഭവിക്കുമെന്ന് മാർക്സ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് ഇത് മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളാണല്ലോ. എവിടെ അങ്ങ് മാർക്സിൻ്റെ ആരാധകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അത് വേറെ പ്രശ്നം അല്ല. എന്ന് മാത്രമല്ല, ഒരിടത്ത് പോലും ഇത് പറഞ്ഞിട്ടില്ല. മാർക്സ് അടിസ്ഥാനപരമായി ലോകത്തിനെയും മനുഷ്യരാശിയെയും വിഭജിച്ചല്ലോ, രണ്ടാക്കി വിഭജിച്ചു. അല്ല, മാർക്സ് അടിസ്ഥാനപരമായിട്ട് റിവഞ്ചാണ് പറയുന്നത്. റിവഞ്ചാണ്. യേശുദേവനിൽ റിവഞ്ചേ ഇല്ല. ആ റിവഞ്ച് ഇല്ലാത്ത ഒരു ലോകത്ത് മനുഷ്യന് നന്മ കിട്ടും എന്നുള്ളൊരു കാര്യം പാവങ്ങളിലുണ്ട്. അതാണ് ഇന്ന് പാവങ്ങളെ ഗ്രേറ്റ് ആക്കുന്ന പുസ്തകം അതാണ്. പാവങ്ങൾ ഇന്നും ഗ്രേറ്റായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഈ മഹാസിദ്ധാന്തം അല്ലെങ്കിൽ ഈ മഹാതത്വം ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിക്കുന്നൊരു സന്ദർഭം ആ നോവലിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ മഹത്താവുന്നത്. അതിൽ തന്നെ ഈ മെത്രാൻ ഒരു പഴയ വിപ്ലവകാരിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. 1832 ഈ ബാരിക്കേഡ് യുദ്ധത്തിലൊക്കെ തോറ്റ് ഈ പഴയ വിപ്ലവകാരി ഒരു കൺവെൻഷനിസ്റ്റ് എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1793 വിപ്ലവത്തിൽ പങ്കെടുത്ത വിപ്ലവകാരിയാണ് ഈ മെത്രാൻ കാണാൻ പോയാളെന്നാണ്. അപ്പൊ ഫ്രാൻസിൽ 1793 ഉണ്ട്. നോവലിന്റെ പ്രയോഗം 1793 ഉണ്ട്. ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുന്നതിന് മുമ്പും മാർക്സിസം വരുന്നതിന് മുമ്പും എംഗൽസ് ഉണ്ടാവുന്നതിന് മുമ്പും മാർക്സ് ഉണ്ടാവുന്നതിന് മുമ്പും ഒക്കെ വിപ്ലവങ്ങൾ ലോകത്തുണ്ട്. അല്ല, വിപ്ലവം എന്ന് പറഞ്ഞാൽ നിവൃത്തികേട് കൊണ്ട് മനുഷ്യൻ ആയുധം എടുത്ത് നിവൃത്തിയില്ലാതെ ആളുകളെ കൊല്ലാണ്. ഇപ്പോൾ ഈ റാങ്കിൻ്റെ തന്നെ എടുത്തു നോക്ക്, ബ്രെഡ് മോഷ്ടിച്ചതിനാണ്. അതെ. ഈ സംഭവം പിന്നീട് എടുക്കുന്നൊരു സിനിമ വന്നിട്ടുണ്ട്, ഷൂസ് ഓഫ് ദ ഫിഷർമാൻ. അതും വന്നിട്ടുണ്ട്. അതിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് വേറൊരു ആംഗിളില്. വിശന്ന് കഴിയുന്ന ഒരുത്തൻ ഭക്ഷണം മോഷ്ടിക്കുന്നത് തെറ്റോ ശരിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്ന് വന്നേക്കണ ബിഷപ്പിനോട്, കർദിനാളിനോട്. അപ്പോൾ ആ കർദിനാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരുത്തൻ ഈ ലോകത്ത് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ അർഹതപ്പെട്ടത് കൂടി വിശക്കാത്തവരെടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഉള്ളൊരു പ്രശ്നം, ഒരു വിപ്ലവവും നടന്നു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് ഉള്ള ദൗത്യമായിരിക്കില്ല സാധിക്കുക എന്നുള്ളതാണ്. കാരണം ഫ്രഞ്ച് വിപ്ലവം 1789 1799 വരെ നടന്നിട്ട് എന്താ ഉണ്ടാക്കിയേ? നെപ്പോളിയനെയാണ് ഉണ്ടാക്കിയത്. ഇത് കാരണം ഹിംസയിൽ ബേസ് ചെയ്തുകൊണ്ട്, റിവഞ്ചിൽ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത് ഒരു സംഘത്തിനായിരിക്കില്ല, ഒരു വ്യക്തിയിൽ മാത്രമായിട്ടത് ഒതുങ്ങും. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഒരു ആക്സിഡൻ്റൽ ഒക്കറൻസ് അല്ല ചരിത്രത്തിലാണ്. നിങ്ങൾ അസലായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച്. രാമൻ അത് നന്നായിട്ട് എഴുതിയിട്ടുള്ളതല്ലേ. ഒരു യാദൃച്ഛികമായി സംഭവിച്ച ഒരു ദുരന്തമല്ല സ്റ്റാലിൻ. മാർക്സിയൻ ഡയലക്റ്റിക്സിൻ്റെ അനിവാര്യതയിൽ ഉണ്ടാകുന്ന ഒരു ഏകാധിപതിയാണ്. ആ സിദ്ധാന്തത്തിനൊരു ഏകാധിപതിയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് പോകാൻ പറ്റില്ല. അതിപ്പോൾ ഇപ്പം എല്ലാവരും ഷീ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ആ ഷീയെ മാത്രമേ ആ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. അതിപ്പോൾ ചെഷസ്കി ആയാലും ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഓരോരോ കുലപതികളായാലും അവരെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് അതേ പറ്റൂ. പക്ഷേ ഈ കുറ്റത്തെ രക്ഷയാക്കി മാറ്റുന്നൊരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഹ്യൂഗോ അതിൽ പ്രതിപാദിക്കുന്നത്. ഇത് ഈ അടിസ്ഥാന വ്യത്യാസം ഒരാൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് അവൻ്റെ കുഴപ്പമില്ല. പക്ഷേ തനിക്ക് മനസ്സിലാകാതെ പോയ ഈ വിഡ്ഢിത്തങ്ങളാണ് ശരിയെന്ന് പ്രചരിപ്പിക്കുന്നത് ധിക്കാരമാണ്. അവിടെയാണ് എൻ്റെ തകരാറ്. കാരണം രണ്ടും രണ്ട് ഭൂമികയല്ലേ, ഒരിടത്തല്ലല്ലോ. മാർക്സിൻ്റെ ഭൂമിക വേറെയാണ്. മാർക്സ് അടിസ്ഥാനപരമായി റിവഞ്ചാണ് പറയുന്നത്. കാരണം ഉള്ളവന് ഇല്ലാത്തവൻ ആയുധമെടുത്ത് വർഗസമരത്തിലൂടെ ശാരീരികമായി ഉന്മൂലനാശം വരുത്തി സ്ഥാപിക്കുന്നതാണ് സോഷ്യലിസം. അതുകൊണ്ട് നമുക്ക് കെ.എൻ. കുഞ്ഞഹമ്മദിനോട് പറയാനുള്ളത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് മുമ്പേ വിപ്ലവം നടന്നിട്ടുണ്ട്. ആ വിപ്ലവമാണ്
പാവങ്ങൾ. അതുകൊണ്ട് ഈ 100-ാം വർഷം മലയാളത്തിൽ വന്നതിൻ്റെ 100-ാം വർഷം നമ്മൾ ഓർക്കേണ്ടത് അതാണ്. അല്ല, എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്. അത് പുസ്തകം എഴുതിയിട്ട് നാലപ്പാടൻ പറഞ്ഞ എന്താണെന്നറിയാം. നാലപ്പാടനാണോ അല്ല മറ്റാരാണെന്നറിയില്ല. നിലവിളക്ക് വെച്ച് കത്തിച്ച് വെച്ച് രാമായണം വായിക്കുന്ന വിശുദ്ധ മനസ്സോടുകൂടി വായിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അങ്ങനെ വായിക്കണമെന്ന് KN കുഞ്ഞോമത് പോലും പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.